ചിന്നിങ്ങിൽ ഉണ്ടാകുന്ന അപകടം. ഓരോ അപകടങ്ങളും നമ്മൾ ട്രെയിനിങ്ങിൽ ഒഴിവാക്കണം. അപ്പോൾ ചിന്നിങ്ങിൽ ഉണ്ടാകാവുന്ന അപകടത്തിൽ ബോയ്സിൻ്റെ കേസിൽ പറ്റുന്നത് എന്താണെന്നും ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ബോയ്സ് ഒന്ന് ചാടി പിടിച്ചിട്ടോ. അപ്പ് ഗുഡ്. ഇതാട്ടെ, ഇപ്പോൾ ഇവൻ 5 എണ്ണം ചെയ്തോളൂ അല്ലെങ്കിൽ 6 എണ്ണം ചെയ്തോളൂ എന്ന് വെച്ചോ. നമ്മളെന്താ ചെയ്യുക? ഒന്ന് പിടിച്ചേ. കാലെ പിടിച്ചിങ്ങനെ സപ്പോർട്ട് കൊടുക്കും ഇല്ലേ? ഇതൊരു കാരണവശാൽ ഇങ്ങനെ ചെയ്യരുത്. ഓക്കെ, ഇതിന് പകരം താണ്ടെ ഇവൻ്റെ ഇവിടെ ഒന്ന് പിടിച്ച പോലെ ഒന്ന് പൊക്കെ. ജസ്റ്റ് ഡൗൺ. ഇത് 2 കൈ കൊണ്ട് പിടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ വലത്തെ കൈ ബാക്കിലോട്ട് കെട്ടി വെക്കുക, വലത്തെ കൈ, എന്നിട്ട് ഇടത്തെ കൈ കൊണ്ട് സപ്പോർട്ട് കൊടുക്കുക. ഒന്ന് ഇവിടുത്തെ ജസ്റ്റ്. അപ്പോൾ ഇവന് കൂടുതൽ നിങ്ങൾ ഇത് കൊടുക്കണം. അവൻ മാക്സിമം പവർ ഉപയോഗിക്കാനുള്ള ഇത് കൊടുക്കണം, അവസരം കൊടുക്കണം. മനസ്സിലായില്ലേ? കുറേ സപ്പോർട്ട് ചെയ്യുന്നവർ കുറച്ച് നമ്മൾ കൊടുക്കുന്ന പവർ കുറച്ച് കൊണ്ടുവരണം. ഓക്കെ, ഡൗൺ. ഇനി കാലിലൊന്ന് പിടിച്ചേ. ഇനി കാലെ പിടിച്ചാൽ എന്ത് അപകടം ഉണ്ടാവുന്നത് നോക്കിയവനെ. ഇത് കണ്ടോ, ഇവിടെ കൈവിരൽ ഇങ്ങനെ ഇരിക്കുക. കൈവിരൽ ജസ്റ്റ് നമ്മുടെ ഈ ടിപ്പിൻ്റെ ബലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ടിപ്പിൻ്റെ ബലത്തിൽ ജസ്റ്റ് അതൊന്ന് സ്ലിപ്പായി പോയി കഴിഞ്ഞാൽ താഴോട്ട് തന്നവൻ കേട്ടോ. ഇവിടുന്ന് ഇതേ പോർഷനിൽ താഴെ വീഴും. നെഞ്ചു അടിച്ചായിരിക്കും ഇതിനെ പെടലിയോ നട്ടലിനോ ക്ഷതം ഉണ്ടാകാനുള്ള സാധ്യത. ഒരു കാരണവശാലും അപ്പോൾ ഇതിങ്ങനെ കാലെ പിടിച്ച് നിങ്ങൾ ആരും ലിഫ്റ്റ് ചെയ്യണം. സപ്പോർട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ബാക്ക് ചെയ്യുന്ന സപ്പോർട്ട് ഡൗൺ. ഓക്കെ, ഇങ്ങോട്ട് വളയ്ക്കരുത്. ഓക്കെ, മനസ്സിലായല്ലോ? പുതിയ ആൾക്കാരായതുകൊണ്ട് ഞാൻ പ്രത്യേകം ഇതെടുത്ത് പറയും.